വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പോയി ട്രീറ്റ്മെന്റ് നടത്തിയാലോ ഏട്ടാ? അവിടെയൊക്കെ ആകുമ്പോ ഫലപ്രദമായ ചികിത്സകൾ കിട്ടും. ഏട്ടൻ എളുപ്പത്തിൽ പോകാനും പറ്റും. ഏട്ടൻ മിനിസ്റ്റർ അല്ലേ? ശേര, പദവികളൊന്നും ദുരുപയോഗം ചെയ്യാൻ ഞാൻ തയ്യാറല്ല. ചേട്ടാ, അതിന് ഗവൺമെന്റിന്റെ പണം കൊണ്ടൊന്നും അല്ലല്ലോ നമ്മൾ പോകുന്നത്. ഈ ലോകത്ത് എവിടെ പോയി ചികിത്സിക്കാൻ നമുക്ക് കഴിയുമല്ലോ ഏട്ടാ. നിന്റെ സ്നേഹവും ഇതിലുള്ള ഉത്കണ്ഠയൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇവിടുത്തെ ചികിത്സയ്ക്ക് എന്താ കുഴപ്പം? അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടറാ. മാത്രമല്ല എന്നോട് വളരെ സ്നേഹവും റെസ്പെക്റ്റുവാ. ഒരു വെൽവിഷറും കൂടെയാ. ആത്മാർത്ഥമുള്ള ഒരു ഡോക്ടർ ആയതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ വിശ്വാസമാണ്. ഞാൻ മറ്റെവിടെയെങ്കിലും പോയി ട്രീറ്റ്മെന്റ് നടത്തണമെങ്കിൽ അദ്ദേഹം തന്നെ പറയും. നീ വിഷമിക്കാതെ ശേര. ഓരോരുത്തർക്കും ഓരോ കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട് ദൈവം. അതിനപ്പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. ഏട്ടാ, അത് മാത്രമല്ല ശേര, എന്നെ ഇപ്പൊ അലട്ടുന്ന പ്രശ്നം എന്റെ രോഗമൊന്നുമല്ല. ഏറെ പ്രതിസന്ധികൾ നിറഞ്ഞ സമയം ഇത്. വളരെ മോശമായ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. നമുക്കെതിരെയുള്ള ശത്രുക്കളുടെ എണ്ണം പെരുകിയിരിക്കുക. കൂടെ പറപ്പായ ചേച്ചി പോലും ഏട്ടന് ശത്രുവാ. അക്കാര്യം തുറന്നു പറഞ്ഞാൽ ഏട്ടൻ വിശ്വസിക്കോ? നീ എന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല ഏട്ടാ. എന്നാലും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും ഒരു തെറ്റും ചെയ്യാതെ നമ്മുടെ ഋതുമോൾക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നില്ലേ? എന്റെ കുഞ്ഞ് എന്ത് മഹാഭാവം ചെയ്തിട്ടാ? ഇതൊക്കെ വലിയ ചതികളാ ഏട്ടാ. മോളെ എത്രയും പെട്ടെന്ന് ജാമ്യത്തിൽ ഇറക്കുന്നതോടൊപ്പം തന്നെ ഇതിന്റെ പിന്നിൽ എന്താണ് നടന്നതെന്ന് നമ്മൾ കണ്ടെത്തുകയും വേണം. ഒരു പൂമ്പാറ്റയെ പോലും കൊല്ലാൻ മനസ്സ് വരാത്ത പാവം എന്റെ മോള് ഒരാളെ കൊന്നു എന്നൊക്കെ പറഞ്ഞ അവൻ തന്നെയായിരിക്കും ഇതിന്റെ പിന്നിലും. ആ അനന്തൻ. ഏട്ടാ, നമ്മുടെ ധാരണകളും വിശ്വാസങ്ങളും ഒക്കെ തകരുന്നൊരു ദിവസം വരും. യഥാർത്ഥ ശത്രു ആരാണെന്ന്